വിശ്വാസത്തിന്റെ പേരിൽ ലോകത്തെമ്പാടും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അധികം ജനതകളുണ്ടാവില്ല ഭൂമുഖത്ത്. അതിലൊന്നാണത്രേ അഹമ്മദിയ മുസ്ലിം വിഭാഗം. ആചാരാനുഷ്ഠാനങ്ങളിലോ മതപരമായ കാര്യങ്ങളിലോ ഇതര മുസ്ലിങ്ങളുമായി വ്യത്യാസമൊന്നുമില്ലെങ്കിലും അഹമ്മദിയ വിഭാഗം വ്യതിരക്തത സൂക്ഷിക്കുന്നു. കേരളത്തിൽ ഏറ്റവും ആദ്യം കടന്നുവരുന്ന മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമെന്ന പ്രത്യേകത കൂടി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനുണ്ട്. 1900ങ്ങളുടെ ആദ്യപാദത്തിൽ തന്നെ കേരളത്തിൽ, അതും കണ്ണൂരിൽ, ഈ വ്യത്യസ്ത വിശ്വാസം സ്വീകരിച്ചവരുണ്ടായിരുന്നു. മുസ്ലിം ജീവിതത്തിൽ അത് വലിയ ചലനങ്ങളുണ്ടാക്കിയിരുന്നു. ലോകത്തെല്ലാ മുസ്ലിങ്ങളും മുഹമ്മദ് നബിയെ അവസാന പ്രവാചകനായി കരുതുമ്പോൾ അഹമ്മദിയ വിശ്വാസമനുസരിച്ച് അദ്ദേഹം അവസാനക്കാരനല്ല, മറിച്ച് ഏറ്റവും മുഖ്യ പ്രവാചകൻ മാത്രം. അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകനായ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ ഒരു പ്രവാചകനായി ഗണിക്കുന്നു. 1915 കാലഘട്ടത്തിൽ മുസ്ലിം രാജവംശമായ അറക്കൽ രാജസ്വരൂപം അഹമ്മദികൾക്കെതിരായി സാമൂഹ്യ ബഹിഷ്കരണത്തിന് ആഹ്വാനം നൽകി. ഇതിനിടയിൽ ഒരു അഹമ്മദിയയുടെ കുഞ്ഞു മരിച്ചത് ഇക്കൂട്ടരെ വലിയ പ്രതിസന്ധിയിലാക്കി. മൃതദേഹം ഒരു പള്ളിപ്പറമ്പിലും മറവ് ചെയ്യാൻ അനുവദിക്കരുതെന്ന് രാജാവ് കൽപ്പിച്ചു. ഇതോടെ കുഴിവെട്ടാൻ ആരെയും കിട്ടിയില്ല. അനാഥമായി ജീർണിച്ച മൃതദേഹം അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ ഇടപെട്ടാണ് മറവ് ചെയ്തത്. അറക്കൽ രാജവംശത്തിൻ്റെ ഒത്താശയോടും സമ്മതത്തോടും കൂടി കണ്ണൂർ സിറ്റിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇവർക്കെതിരെ എതിർപ്പുകൾ അഴിച്ചുവിടുകയും സാമൂഹിക ബഹിഷ്കരണം പോലെയുള്ള ക്രൂരമായ പീഡനങ്ങൾ ഈ വിരലെണ്ണാവുന്ന അഹമ്മദികൾക്ക് നേരെ അഴിച്ചുവിടുകയുമുണ്ടായി. അഹമ്മദി എന്ന ഒറ്റ കാരണത്താൽ ആ കുട്ടിയുടെ മയ്യത്ത് പോലും മറവിടാൻ അനുവദിക്കാതെ ഇവിടുത്തെ മുസ്ലിം സമൂഹം ദിവസങ്ങളോളം അവരുടെ വീട്ടിൽ മയ്യത്ത് തടഞ്ഞു വെക്കുകയും പിന്നീട് മുനിസിപ്പാലിറ്റിയുടെ ഇടപെടലുകളുടെ മൈതാനപ്പള്ളിയിലെ പൊതുശ്മശാനത്തിൽ ആ മൃതദേഹം മറവിടുകയും ചെയ്യുകയുണ്ടായി. കാലങ്ങൾ കടന്നുപോയിട്ടും വിവിധ ലോകരാഷ്ട്രങ്ങളിൽ മതനിന്ദാ നിയമം പോലുള്ള കരുനിയമങ്ങൾ അഹമ്മദികൾക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്. അഹമ്മദി വിഭാഗം മറ്റു മതങ്ങളിലെ പ്രവാചകരെയും വിശ്വാസങ്ങളെയും അന്യമായി കരുതുന്നില്ല. സ്ത്രീകളുടെ പള്ളിപ്രവേശം കേരളത്തിൽ അഹമ്മദിയ വിഭാഗമാണ് ആദ്യം തുടങ്ങുന്നത്. 1925 പ്രസിദ്ധീകരിച്ച സത്യദൂതൻ മാസിക മലയാളത്തിലെ ആദ്യ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണത്രേ. അഹമ്മദിയകൾ കേരളത്തിൽ സംഘടനാ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ 100ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ എന്ന മഹത്തായ ഒരു മുദ്രാവാക്യം അഹമ്മദിയ ജമാഅത്ത് ലോകത്തെമ്പാടും പ്രദർശിപ്പിച്ചു വരുന്നു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കേരളത്തിൽ രൂപീകരിച്ചതിൻ്റെ 100 വർഷം ഈ വർഷം തികയുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.